മുല്ലപ്പെരിയാർ വിഷയത്തിൻ്റെ ചരിത്രം മണ്ടൻ കരാർ എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടു എങ്കിലും കരാറ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ മുല്ലപ്പെരിയാർ കരാറിനെ കുറിച്ച് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടത് ഒരു മണ്ടൻ കരാറാണെന്നാണല്ലോ. വേറെ 8 ഡാമിന്നൂടെ കേരളത്തിലെ ഗവൺമെന്റ് 1957 ശേഷം 8 ഡാമിൽ നിന്നും കൂടെ ഡാം നമ്മുടെ ജനകീയ ഗവൺമെന്റ് കെട്ടി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് എന്നുള്ളിടത്ത് വെച്ച് തന്നെയാണ് നിങ്ങൾ ഈ കരാറിനെ മണ്ടൻ കരാർ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം 8 ഡാം കൂടെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ 8 ഡാം കൂടെ കേരളത്തിൽ കെട്ടി തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒന്നാമത്തെ EMS മന്ത്രിസഭ വന്നതിന് ശേഷമാണ് ഈ 8 ഡാം. അതിലൊരെണ്ണം മാത്രം നെയ്യാറ്, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ് 57 EMS മന്ത്രിസഭ അധികാരമേൽക്കുമ്പം പണി നടന്നുകൊണ്ടിരിക്കുക. അത് പിന്നെ EMSന്റെ ഉത്തരവാദിത്വമാണെന്നോ ഒന്നും നമുക്ക് പറയേണ്ടതില്ല. പക്ഷേ അതിനുശേഷം വന്ന 7 ഡാമുകളും കേരള ഗവൺമെന്റ് സമ്മതിച്ച് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഭവാനിയും കബിനിയും 3 ഡാമുണ്ട്. അത് കാവേരിയിലോട്ടാണ് ആ വെള്ളം പോകുന്നതെന്നേ ഉള്ളൂ. കാവേരിയുടെ വെള്ളത്തിൽ 428 TMC വെള്ളം തമിഴ്നാടിനും 278 TMC വെള്ളം കർണാടകയ്ക്കും. അതായത് നമ്മുടെ കബനിയിലെ വെള്ളവും ഒക്കെ കാവേരിയിലേക്ക് ഒഴുകി ചെല്ലുന്നതിൻ്റെ കണക്ക് പറഞ്ഞ് തമിഴ്നാട് വാങ്ങിച്ചതാണ് 428 TMC. കാവേരി ട്രൈബ്യൂണലിൽ കണക്ക് പറഞ്ഞ് തമിഴ്നാട് മേടിച്ചതാണ് 400. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒരെണ്ണത്തിൻ്റെ കൂടെ കണക്ക് പറഞ്ഞ് കബനിയുടെ വെള്ളം തമിഴ്നാട് കൂടുതൽ വാങ്ങുന്നുണ്ട്. മറ്റ് 2 നദികളുണ്ട് കേരളത്തിൻ്റെ കിഴക്കോട്ട് ഒഴുകുന്ന പാമ്പാറും ഭവാനിയും. ഒരു തടയണ പോലും കേരളം ഇന്ന് വരെ കെട്ടിയിട്ടില്ല. നേരെ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അട്ടപ്പാടിയിലെ ജലക്ഷാമത്തിന് ഭവാനിയിലൊരു ഡാം കെട്ടാൻ കേരളം ശ്രമിച്ചപ്പോൾ തമിഴ്നാട് തടസ്സപ്പെടുത്തി ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് നമുക്കൊരു തടയണ ഭവാനി കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മൂന്നാറിലെ വട്ടവടയിൽ ഒരു തടയണ കെട്ടാൻ വട്ടവടയിലെ കുടിവെള്ളക്ഷാമവും ജലസേചനത്തിനുമായി ഒരു തടയണ കെട്ടാൻ കേരളം ശ്രമിച്ചിട്ട് ഇന്ന് വരെ ഒരു തടയണ കെട്ടാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതെല്ലാം കേരളത്തിന് വീഴ്ചയായല്ല പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ കണക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ബാക്കി 8 ഡാമുകളും ഈ 2 നദികളുടെ കണക്കൂടെ നമ്മൾ പറയേണ്ടതാണ് ഒരു വേദിയിൽ വരുമ്പോൾ. ഒരു മണ്ടൻ കരാറും ഒരു വാട്ടക്കരാറും ഒരു മുല്ലപ്പെരിയാറും മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ കേൾക്കുന്നത് ഈ ഒരു മണ്ടൻ കരാറിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. ബാക്കി 7 ഡാമിൻ്റെ കണക്ക് ആര് പറയും? നെയ്യാറിൻ്റെ കണക്ക് ആര് പറയും? 8. പാമ്പാറും ഭവാനിയും. പാമ്പാറിൽ നിന്നും അമരാവതി പവർ ഹൗസിൽ 160 മെഗാവാട്ട് വൈദ്യുതി തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി കേരളത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കരാറ് രാജാവ് ഒപ്പിട്ട് ഒരു മണ്ടൻ കരാറെന്ന് ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ ആണെങ്കിൽ ബാക്കി എന്ത് കരാറ് പോലുമില്ല. ആ കരാർ ഒന്ന് കാണണ്ടേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു കരാറ് പോലും വെച്ചിട്ടില്ല. ധാരണ ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുള്ളത് 999 വർഷത്തേക്ക് ഈ 8 ഡാമുകൾ കൊടുത്തിട്ടില്ല. 30 വർഷത്തേക്കേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 30 വർഷം കഴിയുമ്പോൾ പുതുക്കണം. 70-ൽ മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയപ്പോഴും 30 വർഷം കഴിഞ്ഞ് പുതുക്കണമെന്നായിരുന്നു കരാർ.
70-ൽ പുതുക്കിയ കരാർ 2000 ആയപ്പോൾ 30 വർഷമായി. ഇപ്പൊ 2024 ആയപ്പോൾ 54 വർഷമായി. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കത്ത് പോയിട്ടുണ്ടോ, ഈ കരാർ ഒന്ന് പുതുക്കാറായെന്ന് പറഞ്ഞൊരു കത്ത് പോയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ മലയാളികളൊന്ന് അന്വേഷിക്കണം. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം. മുല്ലപ്പെരിയാർ ഒരു പക്ഷേ സ്വാമിനാഥൻ്റെ ചരിത്രം പറഞ്ഞു കാണും. ഞാൻ അതുകൊണ്ട് ചരിത്രം നമ്മൾ ഒരുപാട് വായിച്ചതാണ്. എനിക്ക് തോന്നുന്ന മലയാളികൾക്ക് അത്ര അപരിചിതമായ ഒന്നല്ല മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രവും അതിൻ്റെ കരാറുമൊക്കെ. ഇവിടെ കേരളത്തിൽ പ്രശ്നം തുടങ്ങുന്നത്, അതായത് ഞങ്ങൾ പെരിയാർ തീരത്തെ കരിങ്കുളം ചപ്പാത്തിൽ മുല്ലപ്പെരിയാർ സമരം തുടങ്ങുന്നത് 2006-ലാണ്. വെറുതെ ആരെങ്കിലും ഓടിക്കൂടി ഒരു സമരം തുടങ്ങിയതല്ല. 2006 ഫെബ്രുവരി 27-ന് സുപ്രീം കോടതിയുടെ ഒരു വിധി, അതായത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പരമാവധി ഉയരത്തിലേക്ക്, അതായത് 152 അടി ഉയരത്തിലേക്ക് ഉയർത്താമെന്ന സുപ്രീം കോടതിയുടെ വിധി. 1979 മുതൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയാണ്. 1979-ൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തിയത്. ഡാം അപകടാവസ്ഥയിലാണെന്ന് ഡാം പരിശോധിച്ച സെൻട്രൽ വാട്ടർ കമ്മീഷന് ബോധ്യം വന്നിട്ടാണ് അടിയന്തിരമായിട്ട്, അതായത് 15.5 TMC വെള്ളം 10.5 TMC ആക്കി സെൻട്രൽ വാട്ടർ കമ്മീഷൻ താഴ്ത്തി. ഡാമിൻ്റെ പ്രഷർ 3/1 കുറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ. 1998-ൽ തമിഴ്നാട്ടുകാരൻ സുബ്രഹ്മണ്യ സ്വാമി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലപ്പെടുത്തലുകൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നടത്തിയെന്നും അത് വളരെ നല്ല ബലപ്പെടുത്തലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. കേബിൾ ആങ്കറിങ്, RCC സപ്പോർട്ട്, RCC ക്യാപ്പിംഗ്, ഗ്രൗട്ടിംഗ് തുടങ്ങിയ എല്ലാ ബലപ്പെടുത്തലുകളും, ഒരു പഴയ ഡാമിന് ചെയ്യാവുന്ന എല്ലാ ബലപ്പെടുത്തലുകളും നടത്തി എന്നുള്ളത് കൊണ്ട് ഡാമിലെ ജലനിരപ്പ് പഴയ 152 അടിയിലേക്ക് ആക്കണമെന്നായിരുന്നു 98-ൽ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസ്. 2006 ഫെബ്രുവരി 27-ന് സുപ്രീം കോടതി ഈ കേസിന് വിധി പറഞ്ഞു. ഏതാണ്ട് 30 വർഷത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പഴയ 152 അടിയിലേക്ക് ആക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ഇവിടെയാണ് മുല്ലപ്പെരിയാർ സമരം ആരംഭിക്കുന്നത്. ഇതിന് ശേഷം ഒരു പക്ഷേ 5 വർഷം ഞങ്ങൾ നിരന്തരം കൊച്ചിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ, എറണാകുളത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തത്. പക്ഷേ ഈ സമരം ഇടയ്ക്ക് വെച്ച് ചില മാറ്റങ്ങൾ വന്നു എന്നുള്ളിടത്ത് വെച്ചാണ് മുല്ലപ്പെരിയാറിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇതുവരെ നമ്മുടെ കേരളത്തിൽ കണ്ടിരുന്ന ബാനറുകളിലെല്ലാം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതായിരുന്നു എങ്കിൽ നമ്മുടെ മുദ്രാവാക്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുദ്രാവാക്യം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നതിലേക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ വേദിയിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയുകയാണ്, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരില്ല, പുതിയ ഡാം വരാൻ പാടില്ല. ഇന്നുള്ള ഡാമിൻ്റെ 1350 അടി പുറകിൽ ആണ് രണ്ടാമത്തെ ഡാം പണിയാൻ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഡാമിന് 60 അടി ഹൈറ്റ് കൂടും, പുതിയ ഡാമിന് 600 അടി നീളം കൂടും. പുതിയ ഡാമിൽ ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടും, അധികമാകും.
ഇന്നുള്ള ഡാമിനെ മുക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ ഡാം വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നത്തെ ഡാമിനെ മുക്കിയാൽ മാത്രമേ തമിഴ്നാട്ടിലോട്ട് വെള്ളം ഒഴുകത്തുള്ളൂ. തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കാനാണല്ലോ പുതിയ ഡാം കെട്ടാമെന്ന് നമ്മുടെ സർക്കാർ പറയുന്നത്. 600 അടി നീളം കൂടുതൽ വരുന്ന, 60 അടി ഹൈറ്റ് കൂടുന്ന, ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് 40% കൂടുന്ന പുതിയൊരു ജലബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇന്നുള്ള ഡാമിനെ മുക്കിക്കൊണ്ട് കെട്ടാൻ ഒരുങ്ങുന്ന നമ്മൾ എത്ര മണ്ടന്മാരാണെന്ന് നമ്മൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, 999 വർഷത്തെ കരാറാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും, മലയാളികളെല്ലാവരും തെറ്റിപ്പോയി, കരാർ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നുണ്ട്. ഇന്ന് 999 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞു എന്ന് എല്ലാവരും ഒന്ന് കരുതുക. ഇന്ന് കരാർ കാലാവധി കഴിഞ്ഞു എന്ന് എല്ലാവരും ഒന്ന് കരുതുക. നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? 40 ലക്ഷം ജനങ്ങളുടെ കുടിവെള്ളമാണ്. കാർഗിൽ യുദ്ധകാലത്ത് അതിശക്തമായ യുദ്ധം പാകിസ്ഥാനും ഇന്ത്യയുമായി നടക്കുമ്പോൾ പോലും പാകിസ്ഥാന് ഗംഗയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന വെള്ളം ഒരു ദിവസം പോലും നമ്മൾ തടസ്സപ്പെടുത്തിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ച് ക്യാൻസൽ ചെയ്യാവുന്ന നല്ല കുടിവെള്ളം എന്ന് നാം തിരിച്ചറിയണം. ഇനി ഞാൻ രണ്ടാമത്തെ ഡാമിൻ്റെ കഥ പറഞ്ഞു. ഇത് 200-300 വർഷം കഴിയുമ്പോൾ പഴകിയാൽ, പഴക്കം ചെന്നു, ഭൂമി കുലുക്കമുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ ഡാം എവിടെ കെട്ടും? ഇനി നമ്മൾ പറയുന്ന 999 വർഷം കാലാവധി അതവിടെ കൊണ്ട് തീരുമെന്ന് തന്നെ ആയിരിക്കട്ടെ, ഒരു ഡാം കൂടി വേണ്ടി വരികയല്ലേ? നദി താഴോട്ടാണ് ഒഴുകുന്നത്. ഇനി 4-5 ഡാമുകൾ ആവശ്യമായി വന്നാൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഡാം കെട്ടിയ ചരിത്രം ലോകത്തില്ല. വെള്ളം കുടിക്കുന്ന തമിഴ്നാടുകാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ 2800 അടി ഉയരത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത്. കുമളിയിൽ 8 ഹെയർപിൻ കർവ് ഇറങ്ങി നമ്മൾ താഴെ ചെല്ലുമ്പോഴാണ് തമിഴ്നാട്ടിലെ കമ്പം. ഈ മലയിൽ നിന്ന് 2800 അടി ഉയരത്തിൽ കിടക്കുന്ന വെള്ളം 2800 അടി താഴോട്ട് കൊണ്ടുപോകാൻ എന്തിനാണ് പുതിയ ഡാം? ആ മലയിൽ തമിഴ്നാട്ടിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള ആ മലയിൽ ഇന്ന് വെള്ളം കൊണ്ടുപോകുന്ന ടണലിനേക്കാൾ, സോമനാഥൻ ഇവിടെ പറഞ്ഞു 100 അടിക്ക് ഒരു ടണലുണ്ടെന്ന്. 105 അടിക്കാണ് ആ ടണൽ ഇരിക്കുന്നത്. ആ ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ ഒരു ലോ ലെവൽ ഔട്ട്ലെറ്റ് മറ്റൊരു ടണൽ കുഴിച്ചാൽ നമ്മളിന്ന് സമരം ചെയ്യുന്ന, നമ്മൾ ഉയർത്തുന്ന ഈ കൊച്ചിയിലെയും പെരിയാർ തീരത്തെയും 5 ജില്ലകളിലെ ആളുകളും ഭയപ്പെടുന്ന പ്രശ്നം അവസാനിച്ചു. ഇന്ന് വെള്ളം കൊണ്ടുപോകുന്ന, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന 105 അടി ഹൈറ്റിലിരിക്കുന്ന ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ ഒരു ലോ ലെവൽ ഔട്ട്ലെറ്റ് ഒരു ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ പ്രശ്നം അവസാനിച്ചു. ഇത് 2006 പറഞ്ഞത്, 2011 പറഞ്ഞതിൻ്റെ പേരിലാണ് മുല്ലപ്പെരിയാർ സമര സമിതിയിൽ നിന്നും എന്നെ 2011 പുറത്താക്കിയത്. ഒരുപാട് ആക്ഷേപങ്ങളൊന്നുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളൊന്നുണ്ടായി. എൻ്റെ നാട്ടിൽ പോകാൻ മേലാത്ത സ്ഥിതി അന്നുണ്ടായി. പക്ഷെ ഇന്ന് ഏതാണ്ട് ഒരു 12 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്ന ഒരാശയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്നത്തെ പുറത്താക്കലും അന്നത്തെ വിവാദങ്ങളും ആണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം തരുന്നൊരു കാര്യം. ഇവിടെ
ഈ ഒരു ടണൽ നമ്മൾ അന്ന് പറഞ്ഞത് 50 അടിക്ക് കൊച്ചിക്ക് വന്നിട്ടുണ്ട്. കുമളി വന്നിട്ടുള്ളവർക്ക്, കുമളിയിൽ നിന്ന് കമ്പത്തോട്ട് പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഡാം പണിത് പെന്നിക്യൂക്ക് 60 അടി ഡാമും 40 അടിക്ക് ടണലുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. 60 അടി ഹൈറ്റുള്ള ഡാം, അതായത് 182 അടി ഹൈറ്റുള്ള ഒരു ഡാം പണിയുന്നതിനെ കുറിച്ച് അന്ന് പെന്നിക്വിക്കിന് പോലും, ബ്രിട്ടീഷ് ഗവൺമെന്റിന് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത അത്ര വലിയൊരു നിർമ്മിതിയായിരുന്നു അത്. അവർക്ക് പോലും പറ്റാത്ത 87 ലക്ഷം രൂപയായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈ ഡാം പണിതിൽ നിന്നുണ്ടായ ചെലവ്. അങ്ങനെ ഒരു നിർമ്മിതിയെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനോ ബ്രിട്ടീഷ് റോയൽ എഞ്ചിനീയറിംഗിന് ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. 60 അടി ഡാമും 40 അടി ടണലും അതിനെക്കുറിച്ച്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കാൻ പറ്റാതെ പോയതിൻ്റെ കാര്യം, 60 അടി ഡാം കെട്ടിത്തീർന്ന് 10 വർഷം കൂടെ കഴിഞ്ഞാലും ടണൽ കുഴിച്ച് തീരത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പദ്ധതി അവർ ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഡാമിൻ്റെ ഹൈറ്റ് കൂടിയപ്പം ടണലിൻ്റെ നീളം 1 കിലോമീറ്റർ 600 മീറ്റർ മതി. കൈകൊണ്ട് തമരടിച്ചാണെന്ന് വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചാണ് ടണൽ ഉണ്ടാക്കുന്നത്. ടണൽ താഴോട്ട് താഴ്ത്തുമ്പോൾ ഏതാണ്ട് 3 കിലോമീറ്റർ വരും ടണലിൻ്റെ നീളം. തമിഴ്നാട്ടിലെ അന്നത്തെ വെള്ളത്തിൻ്റെ ആവശ്യം, മിക്കവാറും വർഷങ്ങളിൽ വരൾച്ച, മനുഷ്യരും ആടുമാടുകളും കൃഷിയും നശിക്കുന്ന ഒരു അവസ്ഥ അന്ന് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. വലിയ ആൾനാശവും ആടുമാടും കൃഷിനാശവും വരുന്നത് കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചത് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അവരത് ആലോചിച്ചിരുന്ന കാര്യമാണ്. ഡാം പണി തീർന്നാലും ടണൽ പക്ഷേ തീരാതെ വന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടി പണിതിട്ട് നീളം കുറഞ്ഞ ടണൽ ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് പെന്നിക്യുക്ക് ഡാം ടണൽ പണിത് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുത്തു. ഇന്ന് സ്ഥിതി മാറി. നമുക്ക് താഴ്ന്ന വിധാനത്തിൽ ഒരു ടണൽ 3 കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ നിർമ്മിക്കാൻ, ഒന്നുകൂടി ഓർക്കണം, ഇത് ഡാമിൻ്റെ പരിസരത്തെങ്ങുമല്ല. ഇപ്പോൾ ഉള്ള ടണല് ഡാമിൻ്റെ അവിടുന്ന് 15 കിലോമീറ്റർ മുമ്പിലാണ്. പുതിയ ടണലും അവിടെ തന്നെ നിർമ്മിക്കണമെന്നാണ് നമ്മളന്ന് പറഞ്ഞത്. ഈ നിർദ്ദേശം അന്ന് ഞാനവിടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട്, ഞാൻ അവിടെ അടുത്ത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട്, ഉയർത്തി കിടക്കുന്ന വെള്ളം താഴോട്ട് കൊണ്ടുപോകാൻ എന്തിനാണ് പുതിയ ഡാം എന്നുള്ളൊരു വെറും യുക്തി മാത്രമായിരുന്നു ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ. അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനും അറിയാതിരുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ എന്നെ ചെരിപ്പറിഞ്ഞതും ആ നാട്ടിൽ നിന്ന് ഓടിച്ചതും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2011 ഇപ്പോൾ എല്ലാവരും മറന്നു കാണും. മുല്ലപ്പെരിയാർ സമരം ചാനലുകൾ ഇത് വല്ലാതെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. 2011 ഡിസംബർ 25. ഒന്ന് മനസ്സിലാക്കുക, 2800 അടി ഉയരത്തിൽ കിടക്കുന്ന വെള്ളം 2800 അടി താഴോട്ട് കൊണ്ട് പുരപ്പുറത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു തുളയിട്ട് പൈപ്പിട്ടാൽ വെള്ളം അടുക്കളയിൽ വരും. ഈ 2800 അടി ഉയരത്തിൽ കിടക്കുന്ന വെള്ളം ഈ തൊട്ട് താഴെയുള്ള തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പുതിയൊരു ഡാം ആവശ്യമില്ല. ഒരു ലോ ലെവൽ ഔട്ട്ലെറ്റ്, താഴ്ന്ന വിധാനത്തിൽ ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കും. ഈ കാര്യം സമരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം, മുല്ലപ്പെരിയാർ സമരസമിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും തരാം. 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും ഒരു മെമ്മോറാണ്ടവും ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ കൊടുത്തു. സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്ന് എൻജിനീയർമാർ നെറ്റിൽ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്തു. മുല്ലപ്പെരിയാറിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അവർ പരിശോധിച്ചു. അതിനുശേഷം ഇത് സാധ്യമാണെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുപ്രീം കോടതിക്ക് എഴുതി കൊടുത്തു. അങ്ങനെയാണ് 2014 മെയ് 7 ഇറങ്ങിയ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്
RM ലോധ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്നു, കേരളത്തിൻ്റെ സുരക്ഷാ കാര്യവും തമിഴ്നാടിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യവും എന്നുള്ള ഡാം കൊണ്ട് പരിഹരിക്കാമെന്നും അതിന് ജലനിരപ്പ് താഴ്ത്താൻ ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ മതി എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ സെന്റൻസ് ഒന്ന് പറയാം. ദ സേഫ്റ്റി കൺസേൺ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള and the requirements of the state of Tamil Nadu would be met from the existing dam after constructing a new tunnel for evacuation of reservoir water. ഇനി നിങ്ങൾ എന്തിനാണ് ഒരു പുതിയ ഡാമിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഒരു പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് ഏതാണ്ട് 2000 കോടി രൂപ വരും. ഇത് 200-300 കോടി രൂപയ്ക്ക് ഒരു ടണൽ തീരും. ഈ വരുന്ന 28-ന് കോഴിക്കോട് ഈ ശ്രീധരൻ പങ്കെടുക്കുന്ന ഒരു മുല്ലപ്പെരിയാർ ചർച്ച നടക്കുന്നുണ്ട്, സമരം നടക്കുന്നുണ്ട്. ഈ ശ്രീധരൻ പറഞ്ഞത് ഇറ്റ് ഇസ് എ ബ്രില്യൻ സൊല്യൂഷൻ. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഈ ശ്രീധരൻ പറഞ്ഞ ഇറ്റ്സ് എ ബ്രില്യൻ സൊല്യൂഷൻ. ഡാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡേഞ്ചറസ്. പുതിയ ഡാം കെട്ടുന്നത് ഓൾമോസ്റ്റ് ഡേഞ്ചറസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെൻട്രൽ വാട്ടർ കമ്മീഷനും ഉന്നതാധികാര സമിതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ഈ പുതിയ ടണൽ, അംഗീകരിക്കുകയല്ല, കോടതി അതിൻ്റെ വിധിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഈ ടണൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആണിനി കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇതാണിനി നമ്മുടെ പൊതു ആവശ്യം. ഇതിൻ്റെ തമിഴ്നാടുമായി നമ്മൾ ഇവിടെ സോമനാഥൻ ഇവിടെ സംസാരിച്ചപ്പോൾ തമിഴ്നാട് എന്തോ ഒരു വലിയ കുറ്റം ചെയ്തതുപോലെ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ വെള്ളം നമ്മൾ കൊടുക്കും. ബംഗ്ലാദേശിന് വെള്ളം കൊടുക്കുന്നുണ്ട്, ഗംഗയിൽ നിന്നും തീസ്ത നദിയിൽ നിന്നും വെള്ളം കൊടുക്കുന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് കൃഷ്ണ നദിയിൽ നിന്നും തമിഴ്നാട് നഗരം മുഴുവൻ വെള്ളം കുടിക്കുന്ന ആന്ധ്ര കൃഷ്ണ നദിയിലെ വെള്ളമാണ്. തെലുഗു ഗംഗ പ്രോജക്റ്റ് എന്നാണ് ആ പ്രോജക്റ്റിന്റെ പേര്. കാവേരിയുടെ ഞാൻ സൂചിപ്പിച്ചു 428 TMC വെള്ളം തമിഴ്നാടിനും 778 TMC വെള്ളമേ കർണാടകയ്ക്കുള്ളൂ. കാവേരി ട്രൈബ്യൂണലിന്റെ വിധിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നടപ്പാക്കാവുന്ന 200-300 കോടി രൂപയ്ക്ക് നടപ്പാക്കാവുന്ന ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പുതിയ ഡാം കെട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇനി ഉയർത്തണം. ഇത് അനാവശ്യമാണ്. ഗവൺമെൻറ് ഏത് നിലയ്ക്കാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഡാമിൻ്റെ പ്രഷർ കുറഞ്ഞാൽ, അതായത് നമ്മൾ കൊടുത്ത നിർദ്ദേശവും സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ഹൈറ്റും, പുതിയ ടണൽ 105 അടി ഹൈറ്റിലാണെങ്കിൽ പുതിയ ഡാം ന്യൂ ടണൽ എലിവേഷൻ 50 feet ഹൈ 50 അടിക്ക് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്നുള്ളൊരു സ്ഥിതിയും കൂടെ ഞാൻ പറയാം. 18-ൽ ഒരല്പം വെള്ളം നമുക്ക് കിട്ടി. 2018-ലെ വെള്ളപ്പൊക്കത്തിന് സ്പിൽവേ തുറന്ന് അല്പം വെള്ളം കേരളത്തിലേക്ക് ഒഴുകി. പുറകോട്ടുള്ള ഡേറ്റുകൾ പരിശോധിച്ചോ, ഒരു തുള്ളി വെള്ളം, പ്രത്യേകിച്ച് 2006-ന് ശേഷം ഒരു തുള്ളി വെള്ളം കേരളത്തിലേക്ക് ഒഴുകുന്നില്ല. ഈ വർഷം മുതൽ മാത്രം ഒന്ന് കണക്കെടുത്താൽ മതി. പഴയത് വിട്ട് ഒരു തുള്ളി വെള്ളം തമിഴ്നാട് കേരളത്തിലേക്ക് ഒഴുക്കുന്നില്ല. വെള്ളം അവർക്ക്, വൈദ്യുതി അവർക്ക്, നിയന്ത്രണം അവർക്ക്, മെയിൻ്റനൻസ് അവർക്ക്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയൊന്നും പറയുന്നില്ല, കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. ബാക്കി 8 ഡാമുകളുടെയും സ്ഥിതി ഇതാണ്. വെള്ളം അവർക്ക്, വൈദ്യുതി അവർക്ക്, നിയന്ത്രണം അവർക്ക്. ഒറ്റ പ്രാവശ്യം ഈ അധിക വെള്ളം ഈ വർഷം മുതലെങ്കിലും ഒന്ന് കണക്കെടുത്തോ. സ്പിൽവേ തുറന്നാലേ കേരളത്തിലോട്ട് വെള്ളം വരുള്ളൂ.
സ്പിൽവേ കൂടി മാത്രമേ കേരളത്തിലോട്ട് വെള്ളം വരുന്നുള്ളൂ. വേറെ ഒരു മാർഗവും നമുക്ക് കേരളത്തിലോട്ട് വെള്ളം കിട്ടാൻ. സ്പിൽവേ തുറക്കുന്ന ഏതൊക്കെ വർഷങ്ങളുണ്ടെന്ന് മാത്രം ഒന്ന് എഴുതി വയ്ക്കണം. അങ്ങനെ വന്നാൽ ഇടുക്കിയിൽ അന്ന് നിറച്ച് വെള്ളം കിടക്കുകയായിരിക്കും. അങ്ങനെ ഒരവസരത്തിലായിരിക്കും നമുക്ക് ഇച്ചിരി വെള്ളം തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഒന്ന് ഓർക്കണം. നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നദി പോയി നമ്മുടെ ഒരു വിചാരം 240, കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് മുല്ലപ്പെരിയാർ. 244 കിലോമീറ്റർ ഉണ്ട്. ഈ 244 കിലോമീറ്റർ നദിയും പോയെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെ പോയിട്ടില്ല സ്നേഹിതരെ. പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനത്തൊന്നും വെറും ഞാൻ പറയുന്നില്ല, 15 കിലോമീറ്റർ താഴെയാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള വെള്ളം, ഈ 15 കിലോമീറ്ററിന്റെ വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആരോപിക്കുന്നതെങ്കിൽ അത് സംഭവിച്ചു. 15 കിലോമീറ്റർ കഴിഞ്ഞ് 50 കിലോമീറ്റർ വരുമ്പോൾ ഇത് 15.5 TMC വെള്ളമേ ഉള്ളെങ്കിൽ ഇടുക്കിയിൽ 74 TMC വെള്ളമുള്ള വലിയൊരു ഡാം 50 കിലോമീറ്റർ തൊട്ട് താഴെ നമുക്ക് അടുത്ത ഡാമുണ്ട്, വെള്ളമുണ്ട്. ചില വർഷങ്ങളിൽ കുറവായിരിക്കാം. അതിൻ്റെ താഴെ ലോവർ പെരിയാറുണ്ട്, നിരവധി ഡാമുകളുണ്ട്. അപ്പം നമുക്ക് പെരിയാർ ആകെ പോയെന്നോ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്നോ ഒന്നുകൂടി നമ്മൾ ഓർക്കണം. നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്ന പച്ചക്കറിയും നമ്മുടെ അരിയും ഒക്കെ വരുന്നത് എവിടെയാണ് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് ഒരാഴ്ച മുടങ്ങിയാൽ നമ്മുടെ വട്ടവടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, കേരളത്തിലെ മൂന്നാറിലെ വട്ടവടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഹോർട്ടികോർപ്പ് എടുക്കുമെന്ന് പറഞ്ഞ് വർഷങ്ങൾ ആ പാവങ്ങളെ പറ്റിച്ചതല്ലാതെ ഹോർട്ടികോർപ്പ് കൃത്യമായി നമ്മുടെ നാട്ടിലെ പച്ചക്കറി എടുക്കുന്നില്ല. ഈ പച്ചക്കറി പോലും, മൂന്നാറിലെ വട്ടവടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പോലും അവർ തമിഴ്നാട്ടിലെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ടാണ്, അവിടെ നിന്നാണ് അത് കേരളത്തിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്കൊരു നിങ്ങൾ പറയുന്നത്ര സമയം യോഗാധ്യക്ഷനെ അനുവദിക്കുമെങ്കിൽ, കാരണം നമുക്ക് 5 മണി വരെ സമയമുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരാൻ തയ്യാറാണ്. അത്തരത്തിൽ ഇനി നമുക്കൊരു നീണ്ട പ്രസംഗത്തെക്കാൾ ഉപരി ഒരു ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയാം. നമുക്ക് എന്തായാലും സമയമുണ്ട്. ഇത്രയും സമയം ഉള്ളത് കൊണ്ട് ഒരു ചോദ്യം വന്നത് ഇതാണ്: കൂടുതൽ വെള്ളം. ആ ചോദ്യം അർത്ഥമുള്ള ചോദ്യമാണ്. ഞാൻ അതിൻ്റെ കണക്കും കൂടെ പറഞ്ഞേക്കാം, തെറ്റൊന്നും അല്ല പറയുന്നത്. ഇപ്പോഴത്തെ ടണല് 104 അടി, 105 അടിക്കാണ് ഇരിക്കുന്നത്. 50 അടിക്കാണ് നമ്മൾ പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി നമുക്ക് കിടന്നുറങ്ങാനുള്ള അവകാശം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാണ്. 55-ൽ നിന്നും 55-ൽ നിന്നും 105-ൽ നിന്ന് 50-ലേക്ക് എത്തുമ്പോൾ എത്ര അടി വെള്ളം കൂടുതൽ കിട്ടുമെന്നാണെന്നൊന്ന്, എത്രയാണ് 55-ൽ നിന്ന് 55 അടി വെള്ളമല്ലേ കൂടുതൽ കിട്ടുന്നത്? 55 അടി വെള്ളം കൂടുതൽ തമിഴ്നാട്ടിലേക്ക് എടുക്കാം. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ നമ്മളുടെ പ്രശ്നം. ഈ വെള്ളം ഒഴുകി പോകേണ്ടതാണല്ലോ നമ്മുടെ ആവശ്യം. നമ്മൾ പറയുന്നത് മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെയുള്ള ജനങ്ങൾ മുങ്ങി മരിക്കുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിന് ഈ ഡാമിനെ പ്രഷർ ചെലുത്തുന്നത് ഈ വെള്ളമാണല്ലോ. ഈ വെള്ളം ചോർത്തി നമുക്ക് കാലവും സുരക്ഷിതമായി നമ്മുടെ മക്കൾക്ക് കിടന്നുറങ്ങാനുള്ള രണ്ടാമത്തെ ഡാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്നുള്ള ഡാമിലെ വെള്ളത്തെക്കാൾ 40% വെള്ളം കൂടുതൽ അതിൽ വേണ്ടി ഉൾക്കൊള്ളും. ഇന്നുള്ള ഡാമിനെ മുക്കിക്കൊണ്ടാണ്. ഇന്നുള്ള ഡാമിന്റെ സ്ട്രക്ചർ മുഴുവൻ അതിനകത്ത് പിടന്നു വീഴും. ഇത് പൊളിച്ചു മാറ്റാനൊന്നും പോകുന്നില്ല. നമ്മൾ എന്ത് മണ്ടത്തരമാണ്! ലോകത്തൊരിടത്ത് നിലവിലുള്ള ഒരു ഡാമിനെ മുക്കിക്കൊണ്ട് മറ്റൊരു ഡാം പണിത ചരിത്രമില്ല. ഇത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. സെക്കൻഡ് ടണൽ എലിവേഷൻ 50 feet high. കോടതി എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്: തമിഴ്നാട് should dig the tunnel since you are the beneficiaries of the dam. ഈ ടണൽ
ഒഴിക്കേണ്ടത് നിങ്ങളാണ്, തമിഴ്നാടാണ്. കാരണം നിങ്ങളാണ് ഈ ഡാമിൻ്റെ ഗുണഭോക്താക്കൾ എന്നുകൂടി. അപ്പൊ എത്ര ബോധ്യം! സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ബോധ്യമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഇതിന്റെ ബോധ്യം എന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ബോധ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഉന്നതാധികാര സമിതിയിൽ 2 ഡാം എക്സ്പെർട്ടുകൾ ഉണ്ടായിരുന്നു, CD തട്ടയും DK മേത്തയും. അവർ സുപ്രീം കോടതിയിൽ കൊടുത്ത അവരുടെ റിപ്പോർട്ട് ലഭ്യമാണ്. CD തട്ടയുടെയും DK മേത്തയും ഒപ്പിട്ട 2 പേരും, ഒരാൾ റൂർക്കി IITയിലും ഒരാൾ ഡൽഹി IITയിലും പഠിച്ച ആളുകളാണ്. 2 പേരും ഒപ്പിട്ട ഈ കരാർ എന്താണ് ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് ലഭ്യമാണ്. എൻ്റെ മൊബൈലിലുണ്ട്, ആർക്ക് വേണമെങ്കിലും തരാം. അവരും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പുതിയ ടണൽ. അപ്പോൾ പിന്നെ ആർക്കാണ് ഇനി തർക്കം? എന്തിനാണ് മലയാളികൾ തർക്കിക്കുന്നത്? എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത് പുതിയ ഡാം കെട്ടാൻ? നമ്മുടെ മക്കൾ ഉണ്ടാവുമല്ലോ ഇവിടെ 100, 200, 250 വർഷം. നമ്മളെന്താ പറയുന്ന ഭ്രംശ മേഖലയിലുള്ള സ്ഥലമാണ് മുല്ലപ്പെരിയാർ. സീസ്മിക് സോൺ ഇപ്പോഴേ അവിടുത്തെ അളവനുസരിച്ച് 3.5 മുതൽ 4.2 വരെ ഭൂമി കുലുക്കം വരുള്ളൂ. റൂർക്കി IITയുടെ പഠനം അനുസരിച്ച് 6 മേളിൽ അവിടെ ഒരു ട്രെമർ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം തകരും. ഡൽഹി IITയുടെ പഠനം അനുസരിച്ച് 48 മണിക്കൂർ മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകിയാൽ മുല്ലപ്പെരിയാർ ഡാം തകരും എന്നാണ്. ഒന്ന് മനസ്സിലാക്കുക, ഒരു ഡാം മുങ്ങി നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഇതിൻ്റെ ഭാരം, ഇത് പണിയാൻ ഉപയോഗിച്ച കരിങ്കല്ലിൻ്റെ ഒക്കെ ഭാരം കൊണ്ടാണ് ഈ ഡാം അവിടെ നിൽക്കുന്നത്. നമ്മൾ സമ്മതിച്ചു, അത് ശാസ്ത്രീയമായി ഫിസിക്സ് അനുസരിച്ച് അത് ശരിയാണ്. ഈ വെള്ളത്തിൽ കിടക്കുന്ന ഈ വസ്തു എല്ലാം കൂടെ ഒന്ന് മുങ്ങി കിടക്കട്ടെ. നമ്മളിപ്പോൾ ഒരു മരക്കഷ്ണം, 2 അടി വണ്ണമുള്ള ഒരു മരക്കഷ്ണം വെള്ളത്തിലിട്ട് 1 അടി വെള്ളം ഒഴിച്ചാൽ മരക്കഷ്ണം പൊങ്ങുകയല്ല. പക്ഷെ അതിനകത്തോട്ട് 10 അടി വെള്ളം ഒഴിച്ചാൽ ഈ മരക്കഷ്ണം പൊങ്ങും. ഇത് തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാമിൽ നമ്മൾ ഇന്ന് അവകാശപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നഷ്ടപ്പെട്ടിട്ട് അത് അടർന്നു വീഴും, അത് പെടന്നു വീഴും എന്നും നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ വെറും പ്രവചനങ്ങളാണെന്നും ഒന്നുമില്ലെന്നും ഒന്നും നമ്മൾ കരുതണ്ട. ഡൽഹി IITയും റൂർക്കി IITയും ഒക്കെ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെ നമ്മൾ ഇരിക്കണം. 2ാമത്തെ ഡാം കെട്ടി വെച്ചിട്ട് അന്ന് മുതൽ കുമളി വള്ളക്കടവ് നിങ്ങൾ ഒരുപക്ഷെ ആരും പോയിട്ടുണ്ടാവില്ല. അവിടെ എത്തണം, അവിടെ നിങ്ങൾ നോക്കണം, അവരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കണം. യാതൊരു പ്രതീക്ഷയും, വളരെ സാധാരണക്കാരാണ് അവരിവിടെ താമസിക്കുന്നത്. KK റോഡിൽ നിന്ന് 10-15 കിലോമീറ്റർ ഉള്ളിലാണ് ഈ മനുഷ്യർ താമസിക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു ഒറ്റപ്പെട്ട സ്ഥലം. അവിടെ ഈ രാവിലെ വൈകിട്ട് കിടക്കാൻ പോകുമ്പം TV-യിലൊക്കെ വന്ന വാർത്തയും കണ്ടേച്ചാണ് ഇതുങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നത്, ഈ ആളുകൾ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ കൊച്ചി വരാൻ 4 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ശ്വാസം വിടാം. ഈ പറയുന്ന ആളുകൾക്ക്, ഞങ്ങൾ പെരിയാർ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അത്രയൊന്നും ഒന്ന് ശ്വാസം വിടാനോ ഒന്ന് കാറാനോ, ഈ വള്ളക്കടവുകാർക്കൊന്ന് ഉറക്കെ കരയാൻ പോലും സമയം കിട്ടുകയില്ല. നിങ്ങൾ ഓർക്കണം, വൈകിട്ട് കിടക്കാൻ നേരം മൂത്രമൊഴിക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഇതാ തലയ്ക്ക് മുകളിലിരിക്കുന്നു. ചാനലിൽ കണ്ടിരിക്കുന്നു മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആളുകൾ കിടക്കാൻ പോകുന്നത്. അല്പം വെള്ളം പോകുമ്പോൾ മാറി താമസിച്ചോളാൻ മാത്രമേ സർക്കാർ പറയാറുള്ളൂ. എങ്ങോട്ടും മാറ്റി താമസിപ്പിക്കലോ ഒന്നുമല്ല, മാറിക്കോളാൻ പറയുന്നു. ഇപ്പം പിന്നെ അവർക്കും കണക്കൊക്കെ ഏകദേശം അറിയാം. ഇത്രയായാൽ മാറുന്നതാണ് ജീവന് നല്ലത്. അത്യാവശ്യം കയ്യിലെടുക്കാവുന്നതും കൊണ്ടങ്ങ് മാറുകയാണ്. ഓരോ ബന്ധു വീടുകൾ നോക്കി വെച്ചിട്ടുണ്ട് മലയുടെ മുകളിലുള്ള. അപ്പം അതുകൊണ്ട് നമ്മൾ മലയാളികൾ നിരവധി അഭിപ്രായങ്ങളിലേക്ക് പോകാതെ നമുക്കൊരഭിപ്രായം, ഇന്നിതിന് സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള, സുപ്രീം കോടതി സമ്മതിച്ചിട്ടുള്ള ഈ പുതിയ ടണൽ നിർമ്മിക്കുന്നതിനുള്ള ഒരേകാഭിപ്രായം നമ്മൾ 2011 വരെ, 2011 ഈ ഒരു ആശയം, പുതിയ ടണൽ എന്നൊരാശയം വരുന്നത് വരെ നമ്മളെല്ലാവരും ഡാമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇന്നത് തിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ട്. നിങ്ങൾ എന്തായാലും
കൊച്ചിക്കാർ എപ്പോഴെങ്കിലും അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജനെ ഒന്ന് കാണാൻ ശ്രമിക്കണം. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ ഈ പുതിയ ടണൽ നിർമ്മിക്കണമെന്ന വിധി വന്നത്. 2014 മെയ് 14 ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു വലിയൊരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പുതിയ ടണലാണ്, മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. കാരണം വിധി മുഴുവൻ നന്നായി വിശകലനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ. ആ വിധി അദ്ദേഹം നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ആ ലേഖനം എഴുതിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് മെട്രോമാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയ ടണലാണ് നല്ലതെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഉന്നതാധികാര സമിതിയും സെൻട്രൽ വാട്ടർ കമ്മീഷനും പറയുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജുവും പറഞ്ഞിരിക്കുന്നു. പുതിയ ടണലാണ് ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുല്ലപ്പെരി ഒരു ഡാമിലെ ജലനിരപ്പ് 50% താഴ്ത്തിയാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആണ്. ഐക്യരാഷ്ട്രസഭയാണ് പറഞ്ഞത്, UN ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്ന അനുസരിച്ച് 50% താഴെ ഈ ഡാമിലെ ജലനിരപ്പ് വരും. ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യും. എവിടുത്തെ ഭ്രംശ മേഖലയിൽ ഭൂമി കുലുക്കമുള്ള പ്രദേശത്തെ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതുകൊണ്ട് നാട്ടിലുണ്ടാകാൻ സാധ്യതയുള്ള ഭൂമി കുലത്തീക്കത്തിനും ഒരല്പം ആശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതല്ലാത്തൊരു പരിഹാരം നമ്മൾ ആലോചിക്കുന്നത് അബദ്ധമാണ്. 2800 അടി ഉയരത്തിൽ കിടക്കുന്ന വെള്ളം 2800 അടി താഴോട്ട് കൊണ്ടുവന്ന് ഡാം കെട്ടണം എന്ന് പറയുന്ന മണ്ടന്മാരായി നമ്മൾ മാറരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇന്ന് ഈ ഒരു സമരം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തന്നെയാണ്. അതിൻ്റെ സമയം മാറിപ്പോയിട്ടില്ല. നമ്മൾ ഈ വിഷയം ഉയർത്തേണ്ട സമയത്ത് തന്നെ, ആ ഘട്ടത്തിൽ തന്നെ NCP അത്തരം വിഷയവുമായി മുന്നോട്ട് വരികയും ഒരു ഉപവാസ സമരം നടത്താൻ തയ്യാറായതിൽ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അനുമോദിക്കുന്നു.